പൂക്കോട് തടാകം കാണാനെത്തുന്നവരുടെ ഭായി. 31 വർഷമായി ഈ തടാകക്കരയായിരുന്നു ഭായിയുടെ ലോകം. നേപ്പാളിലെ മഗ്നാപൂരിൽ നിന്ന് ജോലി തേടിയാണ് സോണാലാമ കേരളത്തിലെത്തിയത്. 1991 വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജീവനക്കാരനായി. പൂക്കോട് തടാകത്തിന്റെ സുരക്ഷ DTPC ഈ ഭായിയെ ഏൽപ്പിച്ചു. വെറും 20 രൂപയായിരുന്നു അന്ന് ദിവസക്കൂലി. 20 രൂപ കൂലിക്ക് 91 മുതൽ. പിന്നെ അങ്ങനെ കഷ്ടപ്പാടാണ്. അത് ഭക്ഷണം കഴിക്കാൻ തയ്യില്ല, ഉടുപ്പ് വാങ്ങാൻ തയ്യില്ല. അങ്ങനെ കഷ്ടപ്പാട് കൊണ്ട് അങ്ങനെ വാങ്ങി ജോലി ചെയ്തു. ഇടയ്ക്ക് പകലി സെക്യൂരിറ്റി, ഇടയ്ക്ക് നൈറ്റ് സെക്യൂരിറ്റി, പിന്നെ ബോട്ട് തൊയലും. ഇടയ്ക്ക് മാനേജർ ബോട്ട് തൊയ്യാൻ പറയും, കൂലി തരാൻ പറയും. അങ്ങനെ കഴിഞ്ഞ് അവസാന കാലത്ത് നല്ല ശമ്പള സ്കെയിലൊക്കെ ആയപ്പോഴേക്കും വിരമിക്കാറായി എന്ന് ഭായിക്ക് സങ്കടം. പൂക്കോട് തടാകവും വയനാട്ടിലെ കാലാവസ്ഥയും വല്ലാതെ മാറിപ്പോയി എന്നതിലും വിഷമം. കാലാവസ്ഥ മാറ്റം വന്നു. അന്നൊക്കെ ഇവിടെ കിടികിടി വർക്കണ കാലാവസ്ഥ ആയിരുന്നു വയനാട്ടിൽ. ചൂടായി. ഇപ്പോൾ ഭയങ്കര ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. തടാകത്തിലെ മറ്റ് ജീവനക്കാർക്കും ഭായിയെ കുറിച്ച് പറയാൻ നല്ലതു മാത്രം. 30 വർഷമാണ് ഇവിടെ ജോലി ചെയ്തിട്ടും അയാൾ ആ ജോലിയിൽ, ആ കൂലിയിൽ തൃപ്തിയായി അടഞ്ഞുകൊണ്ട് അയാൾ ഇവിടെ നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഞങ്ങൾ വന്ന അന്ന് തൊട്ട് ഞങ്ങളോട് നല്ലൊരു സ്നേഹബന്ധം, നല്ല ഒരു സഹോദരൻ എന്ന ഒരു ബന്ധത്തിൽ അയാൾ ഇന്ന് വരെ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ 20 വർഷമായി വന്നിട്ട് ഇതുവരെ ഞങ്ങളോടൊരു മോശമായിട്ട് രീതിയിലൊന്നും ഭായി സംസാരിച്ചിട്ടില്ല. നല്ല സ്നേഹത്തോടുകൂടി കാണുമ്പോൾ, പിന്നെ എൻ്റെയൊക്കെ പേര് സെലിൻ എന്നാണ്, പക്ഷേ കക്ഷി വിളിച്ച് വരുമ്പോൾ ചലി ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുക. 31 വർഷം ജോലി ചെയ്തെങ്കിലും സോണാലാമയ്ക്ക് 3000 രൂപയിൽ താഴെ പെൻഷൻ കിട്ടൂ. ഒന്നിനും തികയില്ല. നാട്ടിൽ പോയാലും ചിലപ്പോൾ ജോലി തേടി തിരികെ വരേണ്ടി വരുമെന്ന് ഭായി പറയുന്നു. ഏപ്രിൽ 30 വിരമിച്ചെങ്കിലും ഭായി ഇപ്പോഴും രാവിലെ പൂക്കോട് തടാകക്കരയിൽ എത്തും എല്ലാ ദിവസവും. ഡ്യൂട്ടി ഇല്ലെങ്കിലും ഇവിടെ വന്ന് എല്ലാവരെയൊക്കെ കണ്ട് സംസാരിച്ചാലേ ഒരു സമാധാനമുള്ളൂ. അടുത്ത മാസം ആകുമ്പോഴേക്കും നേപ്പാളിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ പോയാലും തിരിച്ചു വരും. ചിലപ്പോൾ ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ, ഗുഡ് മോർണിംഗ്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്കൊപ്പമൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പലർക്കും ഇവിടെ നമ്മുടെ നാട് വിട്ടു പോകാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഭായിയുടെ കാര്യം പറയാൻ വേണ്ട, കഴിഞ്ഞ എത്ര വർഷമായിട്ട് നമുക്കൊപ്പമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഭായിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കമൽ? ഹാപ്പി അല്ലേ പുള്ളി? ഗുഡ് മോർണിംഗ് സേതു. ഭായി ഹാപ്പിയാണ്. ഇത്രയും കാലം സേവനം നടത്താനൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് ആ പ്രദേശത്തോട്, ആ തടാകക്കര, അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ, അവിടുത്തെ ജീവനക്കാർ, മറ്റു മേലധികാരികൾ എല്ലാവരോടും വലിയ സൗഹൃദം പുലർത്തുന്നയാളാണ് ഭായി. ഒരുപാടൊന്നും സംസാരിക്കില്ല, പക്ഷേ വളരെ സ്നേഹത്തോടെ ഇടപെടുകയുള്ളൂ. അത് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഭായി ഹാപ്പി ആയിരിക്കുമ്പോഴും ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ജോലി ചെയ്താണ് മക്കളെയൊക്കെ പഠിപ്പിച്ചത്. 3 മക്കളുണ്ട്. പക്ഷേ അവർക്കാർക്കും സ്ഥിരം ജോലിയൊന്നും ആയിട്ടില്ല. ഈ DTPC ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിക്കില്ല. ചെറിയ പെൻഷനാണ് ലഭിക്കുക. അതുകൊണ്ട് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഭായിക്ക് ഒരു ടെൻഷനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇനിയും ജോലി ചെയ്യേണ്ടി വരും. മക്കളൊക്കെ ഒന്ന് സെറ്റിലാകുന്നത് വരെ ജോലി ചെയ്യേണ്ടി വരും. അടുത്ത മാസം പോയാലും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കി ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ജോലി അന്വേഷിച്ച് വയനാട്ടിലേക്ക് തന്നെ വരുമെന്നാണ് ഭായി പറയുന്നത്. കഴിഞ്ഞ ദിവസം വലിയ യാത്രയായപ്പോഴൊക്കെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ തന്നെ സോണാലാമയ്ക്ക് യാത്രയയപ്പൊക്കെ നൽകി. DTPC ജീവനക്കാരും എല്ലാവരും ചേർന്ന് യാത്രയയപ്പൊക്കെ നൽകിയിരുന്നു. എല്ലാവരും ഒരുപാട് സ്നേഹമൊക്കെ പങ്കുവെച്ചു. എന്തായാലും 31 വർഷം എന്ന് പറയുമ്പോൾ അതൊരു വളരെ നീണ്ട കാലയളവാണ്. അത്രയും കാലം സേവനം ചെയ്താണ് മറ്റൊരു രാജ്യത്ത് നിന്ന് എത്തിയ ഒരാൾ വിരമിക്കുന്നത്. എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട്. സേതു. ശരി കമൽ, എന്താണെങ്കിലും സോണാലാമ മലയാളിയല്ല, പക്ഷേ അദ്ദേഹം തിരിച്ചു പോകുന്നത് ഒരു തനി മലയാളിയായിട്ട് തന്നെയാണ്. ഇനി കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ജീവിതം അദ്ദേഹത്തിന് മുന്നോട്ടുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.